എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളുടെയൊക്കെ വീടുകളിൽ നിറയെ ചെടികളും അതിൽ നിറയെ പൂക്കളും ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച് നടുന്ന ചെടികളിൽ നല്ല രീതിയിൽ വളരുകയോ അതിൽ പൂക്കൾ ഉണ്ടാവുകയോ മിക്കവാറും ചെയ്യാറില്ല. അപ്പോൾ ഇതിന് കാരണമായിട്ട് നമ്മളുടെ മണ്ണിനുണ്ടാവുന്ന വളക്കുറവിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്രത്യേകിച്ച് ടൈം ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഐറ്റമാണ് ബീട്രൂട്ടിൻ്റെ തൊലി. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ബീട്രൂട്ട് കറിക്കായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ തൊലി മാറ്റി വയ്ക്കുക. വേറെ വെജിറ്റബിളിൻ്റെ ഒന്നും തൊലി എടുത്തിട്ടില്ല, ബീട്രൂട്ടിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ഐറ്റമാണ് ബീട്രൂട്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഈ ഗുണം നമുക്ക് പ്ലാന്റ്സിനും ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഈ ഒരു കണ്ടെയ്നർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ലിഡ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊരു 5 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിഡ് നല്ല ടൈറ്റായിട്ട് ഇടണം. ടൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എയർ പാസിങ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കീടങ്ങളും പുഴുക്കളും ഒക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് 5 ദിവസത്തിന് ശേഷം നോക്കാം. അപ്പം നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബീട്രൂട്ടിൻ്റെ കംപ്ലീറ്റ് സത്തിപ്പ് ഈ വെള്ളത്തിലാണുള്ളത്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാം കീടങ്ങളും പുഴുക്കളും ഒന്നും ഇതിനെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു അരിപ്പയിൽ ഈ ഒരു വെള്ളം അരിച്ചെടുക്കുന്ന സമയത്ത് ആ സെയിം കണ്ടെയ്നറിൽ തന്നെ ഒരു കണ്ടെയ്നർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ തോല് കളയാം, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസർ റെഡിയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിനെ നേർപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓരോ ഗ്ലാസ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഓരോ ഗ്ലാസ് വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏത് ടൈപ്പ് ചെടികളിലും ഉപയോഗിക്കാം. റോസയിലോ അല്ലെങ്കിൽ യുഫോബിയ ചെടികളിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടിയത്. കാരണം കുറേ മുരടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളരാനും നന്നായിട്ട് പൂവിടാനും ഒക്കെ ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളിൽ കൂടുതലായിട്ട് ഇത് എഫക്റ്റീവാണ്. അപ്പോൾ യുഫോബിയ ചെടികളിലാണെങ്കിൽ ചെറിയ പ്ലാന്റിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ചെറുതിൽ തന്നെ പൂവിടാനും ഒക്കെ നല്ല ഹെൽപ്പാണ്. അതുപോലെ തന്നെ മറ്റു ചെടികളിലും അതുപോലെ പച്ചക്കറിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിശ്രിതം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ഈ ഒരു ബീട്രൂട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ മാത്രം മതി. അതായത് മാസത്തിലൊരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ വളരെ നല്ല റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടായിരിക്കുക. താങ്ക്